നമസ്കാരം, ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന മാർച്ച് മാസത്തിലെ പുണർതം കാല പൂയം ആയില്യം കർക്കിടകക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അതേപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം. എന്തായാലും കർക്കിടകക്കൂറുകാർക്ക് ഈ വരുന്ന മാർച്ച് മാസത്തിൽ സൂര്യൻ 8-ലും 9-ലുമായിട്ടാണ് സ്ഥിതി. 8-ൽ നിൽക്കുമ്പോഴും 9-ൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. 15-ാം തീയതി വരെ സൂര്യൻ 8-ലാണ്. 8-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് 15-ാം തീയതി വരെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഫലം സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത്. 9-ലേക്ക് വരുമ്പോൾ പലവിധ ദുരിതങ്ങൾ വന്നു ചേരുക. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാവുക. അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട്. ആ അഭിമാനത്തിന് ഹാനി വന്നു ചേരുന്നതായിട്ടുള്ള ഒരു ഫലമാണല്ലോ അപമാനം. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. 15-ാം തീയതിക്ക് ശേഷം അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ അപമാനം ഉണ്ടാവുന്നത് തന്നെ. എന്തായാലും സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി ആരാധിക്കുക, പ്രാർത്ഥിക്കുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ശിവക്ഷേത്ര ദർശനം ചെയ്യുക. അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക. നാമം ജപിക്കുന്ന സമയത്ത് പഞ്ചാക്ഷരം ജപിക്കുക. അപ്പോൾ ഈ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാൻ, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. 12-ലാണ് ചൊവ്വ. 12-ൽ നിൽക്കുന്ന ചൊവ്വയും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പല പ്രകാരേണയുള്ള ദുരിതങ്ങൾ വന്നു ചേരുന്ന ഫലം. അതേപോലെ തന്നെ അനാവശ്യമായിട്ട് ധനത്തിന് ചിലവ് വന്നു ചേരുക. ആർക്കും ഇഷ്ടമായിട്ടുള്ളൊരു ഫലമല്ല 12-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട്. പ്രത്യേകിച്ചും 12-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വാഹനം ഉപയോഗിക്കുന്നവർ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതിയെയാണ് ആരാധിക്കേണ്ടത്. ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക. കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിക്കുക, ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിക്കുക. അപ്പോൾ ഈ മോശഫലങ്ങളെയും നമുക്ക് കുറയ്ക്കുവാൻ, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ളൊരു സ്തോത്രമാണ് കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ. വളരെ ലളിതമായിട്ടുള്ള സ്തോത്ര. ഒരു 10 മിനിറ്റ് ഈ ഭദ്രകാളി സ്തോത്രമൊക്കെ ജപിച്ചോളൂ. നമ്മളിലേക്ക് ഈ പറഞ്ഞതായിട്ടുള്ള ഒരു ദുരിതങ്ങളും വരാതെ ഭഗവതി തന്നെ നമ്മളെ കാത്തോളൂ. 9-ൽ നിൽക്കുന്ന ബുധനും രോഗദുരിതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ പോലും ഏറ്റവും നല്ല ഫലത്തെ കർക്കിടകക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് 11-ൽ നിൽക്കുന്ന വ്യാഴമാണ്. സർവാഭീഷ്ടകമോ ജ്യേഷ്ഠഭ്രാത ജാത നിജാത്മജ വാമകർണോ അർദ്ധലാഭശ്ച ചിന്ത്യ ഹേകാദശയനത്തെ. 11-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുന്ന കാലയളവ്. ഇഷ്ടകാര്യലാഭം, സ്ഥാനാന്തര പ്രാപ്തി. എന്തായാലും വ്യാഴം വളരെ അനുകൂലമായിട്ടുള്ള നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈശ്വരാധീനത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുന്ന കാലയളവ്. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് 11-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട്. അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള, അതായത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഭാവമായിട്ടുള്ള 9-ാം ഭാവത്തിലാണ് ശുക്രസ്ഥിതി. അതും വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് കർക്കിടകക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ഫലം നമുക്ക് വന്നു ചേരുക, കാര്യസിദ്ധി ഉണ്ടാവുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക. നേരത്തെ പറഞ്ഞതായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ ധനവും വന്നു ചേരുന്നതായിട്ടുള്ള നല്ല ഫലത്തെയാണ് 9-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ മാർച്ച് മാസത്തിൽ പൊതുവെ ഒരു ശനിമാറ്റത്തിന്റെ പ്രത്യേകതയുണ്ട് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. മാർച്ച് 29-ാം തീയതിയാണ് ശനിക്ക് രാശിമാറ്റം സംഭവിക്കുന്നത്. ഒരു രാശിയിൽ 2.5 വർഷ കാലയളവാണ് ശനിസ്ഥിതി ഉണ്ടാവുക. മാർച്ച് 29-ാം തീയതി വരെ 8-ലാണ് ശനി. അതിനുശേഷം 9-ലേക്ക് വരും. 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിച്ചിരുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കണ്ടകശനി സ്ഥാനവും 8-ൽ നിൽക്കുമ്പോഴുമാണ് ശനിയെ കൊണ്ട് മോശമായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നത്. ഒരു പരിധിവരെ ഒന്ന് കടത്തി പറഞ്ഞാൽ 8-ൽ നിൽക്കുന്ന ശനി വളരെ ദോഷത്തെയാണ് സൂചിപ്പിച്ചിരുന്നത്. ആ ദോഷഫലങ്ങൾ മാറി 9-ലേക്ക് വരുമ്പോഴും അത്ര നല്ല ഫലത്തെയല്ല എങ്കിൽ പോലും ഒരു പരിധിവരെ വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു മാറ്റമാണ് ഈ ശനിമാറ്റത്തോടു കൂടി കർക്കിടകക്കൂറുകാർക്ക് വന്നു ചേരുക. കാരണം 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ദൈവാധീന കുറവിനെ തന്നെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത്.
വിചാരിക്കാതെ തന്നെ കലഹം ഉണ്ടാവുക, ധനത്തിന് ചെലവ് വന്നു ചേരുക, സ്വജനങ്ങളോട് അകന്നു നിൽക്കുക. ഇപ്പൊ ഇങ്ങനെയുള്ളതായിട്ടുള്ള ആ മോശഫലങ്ങൾ 29-ാം തീയതി വരെ ഉണ്ട് കേട്ടോ. അതിനുശേഷം 9-ലേക്ക് വരുമ്പോൾ സ്വധർമാചരണങ്ങൾക്ക് വിഘ്നങ്ങൾ വന്നു ചേരുക, നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അതായത് 8-ൽ നിൽക്കുന്ന ശനിയുടെ അത്രയൊന്നും മോശഫലത്തെ 9-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നില്ല, ഒരു സംശയമില്ല. വളരെയേറെ ആശ്വാസം തരുന്നതായിട്ടുള്ള, അതായത് നല്ല ഫലമൊന്നും അല്ല എങ്കിൽ പോലും 9-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് എങ്കിൽ പോലും ഈ 8-ൽ നിൽക്കുമ്പോൾ അനുഭവിച്ചതായിട്ടുള്ള ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ ഒരു കണക്കില്ല എന്നർത്ഥം. അപ്പോൾ 9-ലേക്ക് വരുന്ന ശനിയെ കൊണ്ട് 29-ാം തീയതിക്ക് ശേഷം സൂചിപ്പിക്കുന്നത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾക്ക് കുറവ് വന്നു ചേരുക, ലക്ക് ഫാക്ടർ കുറയുക. അതേപോലെ തന്നെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കാതെ വരിക. അപ്പൊ ഈ ഫലങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാലോ 8-ൽ നിൽക്കുന്ന അത്രയൊന്നും മോശമില്ല എന്ന്. അപ്പൊ എന്തായാലും ശനൈശ്വരായ നമഃ എന്നുള്ള നാമം ജപിക്കുക ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മഹാദേവനെയും അയ്യപ്പനെയും ഒക്കെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി ആരാധിച്ചാൽ ഈ ഭാഗ്യക്കുറവ് മാറി നമ്മളിലേക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരും. അതേപോലെ തന്നെ പ്രത്യേകിച്ച് മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എനിക്ക് വളരെ വേണ്ടപ്പെട്ടതായിട്ടുള്ള എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ഒരു വ്യക്തി എനിക്ക് പറഞ്ഞു തന്നതായിട്ടുള്ള ഒരു ഉപായത്തെ ഞാൻ സൂചിപ്പിക്കുന്നു. പൊതുവെ എല്ലാവർക്കും വളരെയേറെ ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. അതായത് ഇത്രയേ ഉള്ളൂ, പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, പക്ഷേ ചെയ്യുമ്പോൾ കുറച്ച് കാഠിന്യമുണ്ട്. എങ്കിൽ പോലും ഒന്ന് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നാളെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലുണ്ട്, അതെല്ലാവരുടെയും മനസ്സിലുണ്ട്, നാളെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ അത് കൃത്യമായിട്ട് നമ്മൾ ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. 6 കാര്യങ്ങളെ വേണ്ടൂ, 7 കാര്യങ്ങൾ വേണ്ട, 5 കാര്യങ്ങളാവാനും പാടില്ല. 6 കാര്യങ്ങൾ എഴുതി വെക്കുക. പിറ്റേ ദിവസം അത് ചെയ്യുക. ചിലപ്പോൾ 4 കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരുള്ളൂ. അന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ വീണ്ടും പിറ്റേ ദിവസത്തേക്ക് ചെയ്യുവാനായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വന്ന കാര്യങ്ങളും വീണ്ടും കൂട്ടിച്ചേർത്ത് വീണ്ടും 6 കാര്യങ്ങൾ എഴുതുക. അങ്ങനെ നിങ്ങൾ ആവർത്തിച്ചോളൂ. വളരെ ഗംഭീരമായിട്ടുള്ള മാറ്റം നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരും. എനിക്ക് വളരെ പ്രയോജനം തന്നൊരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്നവരോടും കൂടി ഞാനിത് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ വളരെയേറെ വ്യത്യാസം ഉണ്ടാവും. ആദ്യമൊന്നും നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല കേട്ടോ, അതിലൊട്ടും പരിഭ്രമിക്കേണ്ടായിരുന്നില്ല. നമ്മൾ ചെയ്ത് ശീലിക്കുകയല്ലേ. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുമ്പോൾ എപ്പോഴും നാളെ 6 കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുന്ന ഒരു ദിവസം ഇല്ലാന്നർത്ഥം. എന്തായാലും ഈ ശനിമാറ്റത്തോടു കൂടി 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് വളരെയേറെ മോശഫലത്തെയാണ് സൂചിപ്പിച്ചതെങ്കിൽ പോലും 9-ലേക്ക് ശനി കർക്കിടകക്കൂറുകാർക്ക് വരുന്നത് അത്ര നല്ല ഫലത്തെ അല്ല എങ്കിൽ പോലും ഈ 8-ൽ നിൽക്കുന്ന ശനിയുടെ അത്രയൊന്നും മോശഫലം ഇല്ല. അത് കൂടാതെ തന്നെ ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള 11-ലാണ് വ്യാഴസ്ഥിതി. പല ഗ്രഹങ്ങളും മോശസ്ഥാനത്താണ്, പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്തുമാണ്. എന്തായാലും കർക്കിടകക്കൂറുകാരുടെ ഗ്രഹപ്പിഴ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.